കർണാടകയിൽ ഇവിടെ 1-2 ആഴ്ചയായി സലഫികൾ കറങ്ങി കളിക്കുകയാണ്. എന്നിട്ട് എന്താ ചെയ്ത് സലഫികള് വഹാബികൾ ഇങ്ങനെ കറങ്ങി കളിച്ചിട്ട് എന്തേ പോൻ ചെയ്ത് ഓൻ പേരോട് ഉസ്താദിന്റെ കുറച്ച് ഇറച്ചിന്ന്, ഓൻ പൊന്മോൾ ഉസ്താദിന്റെ കുറച്ച് ഇറച്ചിന്ന് വള്ളറച്ച്. അല്ലാതെ ഈ വഹാബിയക്കെതിരിൽ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തിട്ടിട്ട് വഹാബികളെ ഫോക്കസ് ചെയ്ത ഒരു മുഴുവൻ പ്രസംഗം നിന്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടോ? എന്നിട്ട് അവനെ താങ്ങിട്ടല്ലേ നീ എന്തിന് തൂങ്ങി ചാവാലി എന്ന് പറഞ്ഞൊരു കഥ ഉണ്ട്. അതപ്പോ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. AC റോഡിൽ ഹുസൈൻ സലഫി വന്നു. അയാളുടെ ഭാഷയിൽ ഒരു പ്രഭാഷണം നടത്തി. ആ പ്രഭാഷണത്തിന് മലപ്പുറം ജില്ലയിലെ മമ്പാടുള്ള ഒരുത്തനെ കൊണ്ടുവന്നു. അദ്ദേഹം മറുപടിക്കായി വന്നിട്ട് സലഫി പറഞ്ഞ വിഷയങ്ങളെ കുറിച്ച് പറഞ്ഞില്ല. ചങ്ങാതി, സലഫി ഇവിടെ പറഞ്ഞത് അയാള് സിറാത്തുൽ മുസ്തഖീമാണ് എന്നാണ്. അതിന് ഞാൻ മറുപടി പറഞ്ഞത് അയാള് സിറാത്തുൽ മുസ്തഖീം അല്ല. അതിന് ഞാൻ തെളിവുദ്ധരിച്ച ഒന്ന്, വഹാബികൾക്ക് സ്ഥിരമായൊരു ദൈവവിശ്വാസം ഇല്ല എന്നാണ്. അത് മറുപടി ആയിട്ടില്ലേ കുഞ്ഞാനെ? അയാളാപ്പ അള്ളാന്റെ കൈയും കാലും നിറഞ്ഞു പോയി. അതും പ്രശ്നല്ലേ? എന്നാ പിന്നെ വഹാബികളൊപ്പം നിന്ന് കണ്ട് അജ്ജു കൊണ്ട മറുപടി. എങ്ങനെയാണ് ഈ KM മൗലവിന്റെ പഠിച്ചൊപ്പം മുജാഹിദീങ്ങൾക്ക് ഇല്ലാതെയായത്? ഈ കൊണ്ട മറുപടി അല്ലേ? എങ്ങനെയാണ് അമാനി മൗലവിന്റെ ഖുർആൻ പരിഭാഷയിലുള്ള പഠിച്ചോൻ ഉമർ മൗലവിക്ക് ഇല്ലാതെയായത്? നീ കൊണ്ട മറുപടി. ഞങ്ങൾക്ക് മുജാഹിദീങ്ങളിൽ നിന്ന് ഇതിന് മറുപടി കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇനി മറുപടി നീ കൊണ്ട. നാളെ വഹാബികൾ വീണ്ടും അവിടെ പരിപാടി വെക്കുകയാണ്. അതുകൊണ്ട് എന്തൊരു തീർപ്പതിയോന് അല്ലേ? നമ്മൾ വഹാബിയൊക്കെ മറുപടി പറയുമ്പോ വലിയ ടെൻഷൻ ഉണ്ടാകുന്നത് ആരാ? ഇവനാ അല്ലേ? നിഫാക്ക് എന്നല്ല ഇതിനൊക്കെ പറയാ. കാരണം അവർക്ക് ആഘോഷമാണ്. ആഘോഷം ഓൽക്കല്ല, ഇഞ്ചാനാണ് ആഘോഷിക്കണേ കുഞ്ഞാനാ, അല്ലാതെ മൗലൈമാരല്ല.